നമസ്കാരത്തിയ ഓം സഹനാവതു സഹനവതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മതന്യനായ എല്ലാ പക്ഷികളും പഞ്ചമസ്കന്ധമേ 13-ാം അധ്യായത്തിൽ എടുക്കണ്ടേ? അതെ അതെ. പഞ്ചമസ്കന്ധം അധ്യായം 13. ബ്രാഹ്മണ ഉവാചാം ദുരത്യധ്വന്യജയാ നിവേശിതോ രജസ്വത്വവിഭക്തകർമ്മദൃക് ഫയേഷഭാർത്ഥോർത്ഥപരപരിഭ്രമൻ ഭവാദവിന്യാതി ന ശർമ്മ വിന്ദതി. ഭരതന്റെ ഉപദേശം തുടരുകയാണ്. ദുരത്തേ അധ്വനി, കടക്കാൻ വിഷമമുള്ള വഴിയിൽ, ദുരത്യയം മറുകര കടക്കാൻ വിഷമമുള്ള അധ്വനി വഴിയിൽ, അജയാൽ മായയാൽ, നിവേശിപ്പിക്കപ്പെട്ട് രജസ് തമ സത്വ വിഭക്ത കർമ്മദൃക്, രജസ് തമസ് സത്വം എന്നിങ്ങനെ വിഭജിക്കപ്പെട്ട കർമ്മങ്ങളിൽ കണ്ണോടുകൂടി, രജസ് തമസ് സത്വം എന്ന് ഈ പ്രപഞ്ചത്തിലെ കർമ്മങ്ങളെ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. അങ്ങനെ വിഭജിക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും കണ്ണ് എത്തിപ്പെട്ടവനായി അർത്ഥപരപരിഭ്രമൻ, അർത്ഥപരനായിട്ട് വിഷയങ്ങൾ താല്പര്യത്തോടു കൂടിയവനായിട്ട്, ഈ മനുഷ്യ സമൂഹം, സ്വാർത്ഥം ച കൂട്ടം എന്നാണ് ഇവിടെ മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടം, പരിഭ്രമൻ കറങ്ങിത്തിരിഞ്ഞുകൊണ്ട്, ഭവാടവയും സംസാര സമുദ്രത്തെ യാതി പ്രാപിക്കുന്നു, ന ശർമ്മ വിന്ദതി, അവിടെ ഒരിക്കലും സുഖം ലഭിക്കുന്നില്ല. ശർമ്മ എന്നുവെച്ചാൽ സുഖം നടത്തും. ന ശർമ്മ വിന്ദതി, സുഖം ഒട്ട് ലഭിക്കുന്നുമില്ല. മനുഷ്യ സമൂഹം ഈ സംസാര ജീവിതത്തിലേക്ക് മായയുടെ പ്രേരണ കൊണ്ട് എത്തിപ്പെട്ടിരിക്കുക. ഭഗവാന്റെ മായാശക്തിയാണ് ജീവജാലങ്ങളെ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ ഇവിടെ ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങളെ സത്വകർമ്മമെന്നും രജസ് കൊണ്ട് പ്രേരിതമായ കർമ്മമെന്നും തമസ് കൊണ്ട് പ്രേരിതമായ കർമ്മമെന്നും മൂന്നായിട്ട് വിഭജിക്കുക. നമ്മൾ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കണം, മറ്റുള്ള കാര്യങ്ങൾ നോക്കണം, ഈശ്വര കാര്യങ്ങൾ നോക്കണം എന്നിങ്ങനെ പല തരത്തിലുള്ള കർമ്മത്തിൽ അകപ്പെട്ടിട്ട് ഓരോ കർമ്മങ്ങളിലുമുള്ള വിഷയത്തിലോട്ട് താല്പര്യമുള്ളവനായിട്ട് ചുറ്റിത്തിരിഞ്ഞ് ഈ സംസാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ അവിടെ നിന്നും ഈ പ്രവൃത്തി മാർഗത്തില് ഇങ്ങനെ കറങ്ങിത്തിരിയുന്ന അല്ലാതെ സംസാരമാകുന്ന കാട്ടിൽ, വനത്തിൽ ജനിച്ച് മരിച്ച് പരമാർത്ഥ സുഖം ഒരിക്കലും ലഭിക്കാതെ ധനം സമ്പാദിക്കാൻ വേണ്ടി
കാട്ടിൽ അകപ്പെട്ടു പോകുന്ന ആൾക്കാര് പുറത്തിറങ്ങാൻ വഴി കിട്ടാതെ ചുറ്റിത്തിരിയുന്നത് പോലെ എത്രയോ യോനികൾ ജനിച്ചും മരിച്ചും ക്ലേശിക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥമായ സുഖം ഒരിക്കലും ഒരു മനുഷ്യനും ലഭിക്കുന്നില്ല. അത് മനുഷ്യൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കാം. സംസാര ലോക ജീവിതത്തിന്റെ സമസ്ത വൈഷമ്യങ്ങളും വിഷമതകളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും പലതരത്തിലുള്ള കർമ്മങ്ങളിൽ അകപ്പെട്ടു പോകുന്ന നമ്മൾക്ക് ഒരു കർമ്മത്തിലും ശാശ്വതമായ ശാന്തിയും സുഖവും ലഭിക്കില്ല. പക്ഷെ എല്ലാം ചെയ്യുന്നു. ഇതാണ് സംസാര ലോക ജീവിതത്തിന്റെ സത്യം. ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായത്തിൽ ഉപദേശം ആരംഭിക്കുന്നത്. ദുരത്യജയാ നിവേശിതോ രജസമസത്വവിഭക്തകർമ്മദർ പരിഭ്രവൻ അവാടവിവ്യാതിന സർമ്മവിന്ദതി. ദുരത്യജയാ നിവേശിതോ രജസ്തമസത്വവിഭക്തകർമ്മദർ പരിഭ്രമൻ അവാടവിവ്യാതിന സർമ്മവിന്ദതി. നരദേവാം ദഫ്യവസ്വാർത്ഥം വിലുംബന്തി കുനായകമ്പലാത് ഗോമായവോം യത്ര ഹരന്തി സാത്വികം പ്രമത്തമാവിശ്യ യഥോരണം മൃഗാഹം. ഇഫ്യാം യാതൊന്നിൽ യാതൊരു സംസാര സമുദ്രത്തിൽ ഇമേ ഇവർ ഷൻ നരദേവ ദസ്യവ 6 കള്ളന്മാരിവിടെയുണ്ട്. ദസ്യവഹ എന്ന കള്ളന്മാർ, ദസ്യു കള്ളൻ, ബഹുവചനമാണ് ദസ്യവഹ കള്ളന്മാർ. ഷൻ 6 കള്ളന്മാർ ഈ ലോകത്തിലുണ്ട്. സ്വാർത്ഥം വിലുംബത്തി കുനായ കമ്പലാത്. സ്വാർത്ഥം സംഘത്തെ, കൂട്ടത്തെ, കഴിഞ്ഞ ശ്ലോകത്തിൽ വന്നാണ് ഈ അർത്ഥം. സ്വാർത്ഥം വിലുംബന്തി അപഹരിക്കുന്നു. കുനായകം കുൽസിതനായ നായകനെ, ബലാത്കാരികളാണ്. ദുഷ്ടമായ നായകനോട് കൂടിയ ഈ ജീവസമൂഹത്തെ 6 ശത്രുക്കൾ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പേര്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ഒരാൾ മനസ്സ്, ഇങ്ങനെ 6 പേര്. ഈ 6 പേര് ഷൻ ദസ്യവഹ, ഹേ നരദേവ, അല്ലയോ രാജാവേ, ഈ ജനസമൂഹത്തെ ബലാത്കാരേണ അപഹരിച്ചുകൊണ്ടേ. ഗോമായവോയത്ത ഹരന്തി സാത്വികം. ഗോമായുക്കൾ, കുറുക്കന്മാർ. ഗോമായു എന്ന കുറുക്കൻ, അതിന്റെ ബഹുവചനമാണ് ഗോമായവ, കുറുക്കന്മാർ. എത്ര, ഇവിടെ യാതൊരു സ്ഥലത്ത്, ഹരന്തി അപഹരിക്കുന്നു, സാർത്ഥികം സംഘത്തിലിരിക്കുന്നവനെ, സാർത്ഥത്തോട് കൂടിയവനെ, സാർത്ഥികനെ അപഹരിക്കുന്നു. കുറുക്കന്മാർ അപഹരിക്കുന്നു. എങ്ങനെ? പ്രമത്തം ആവിശ്യ യഥോരണം മൃഗാഹം. പ്രമത്തനായി ആവിശ്യ പ്രവേശിച്ചിട്ട് യഥാ ഉരണം മൃഗാഹ, യഥോരണം, രണമല്ല ഉരണം എന്നാണ് വാക്ക്. യഥാ ഉരണം, യഥോരണം. ഉരണം എന്ന് വെച്ചാൽ ആട് എന്നർത്ഥം. ആടിനെ ചെന്നായ്ക്കൾ എന്ന പോലെ അപഹരിച്ചു കൊണ്ടേയിരിക്കും. സംസാര രൂപമായ ഈ വനത്തിലേക്ക് കടന്നാൽ
പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കൾ ഒന്നിച്ചു ചേർന്ന് നമ്മളെ പിടിച്ചു പറിച്ചുകൊണ്ടേയിരിക്കും. ആ കാട്ടിലുള്ള കുറുക്കൻ മുതലായ മൃഗങ്ങൾ ആ സംഘത്തിൽ നിറഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് അറിയാതെ ദേഹത്തെ ചെന്നായ്ക്കൾ കാട്ടിലകപ്പെട്ട ആടിനെ എന്ന പോലെ പിടിച്ചു ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. കുറുക്കൻ മുതലായ മൃഗങ്ങൾ ഈ കാട്ടിലുള്ളത് ഭാര്യാപുത്രാദികൾ, ബന്ധുക്കൾ ഇവരാണ് പിടിച്ചു പറിച്ചുകൊണ്ട് വിഷയാസക്തരായിരിക്കുന്ന ജീവമാർഗത്തെ, കാട്ടിൽ കിടന്നിരിക്കുന്ന ജീവനെ, ആടിനെ ചെന്നായ്ക്കൾ എന്ന പോലെ അപഹരിച്ചുകൊണ്ടേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംസാരവനത്തിൽ അകപ്പെട്ടാലുള്ള ദോഷത്തെക്കുറിച്ച് പറഞ്ഞതാണ്. യഫ്യാമേഷം നരരേവദഫ്യവാം സ്വാർത്ഥം വിലുംബന്തി കുനായകംബരാത് ഓമായവോ യത്ര ഹരന്തി ഫർത്തികം പ്രമത്തമാവിശേഥോരണം പ്രകാഹം. യഫ്യാമിമേഷം നരദേവദഫ്യവാം സ്വാർത്ഥം വിലുംബന്തി കുനായകംബരാത് ഓമായവോ യത്ര ഹരന്തി ഫർത്തികം പ്രമത്തമാവിശേഥോരണം പ്രകാഹം. പ്രഭൂതഭീരുതൃണഗുൽമഗഹ്വരീം കഠോരദംശൈർ മശകൈരുപദ്രുതാം ക്വചിത്തു ഗന്ധർവപുരം പ്രപശ്യതി ക്വചിച്ച അശ്വരയോത് ഉൽമുഖഗ്രഹം. പ്രഭൂത വീരുതൃണഗുൽമഗഹ്വരി, പ്രഭൂതം ധാരാളം, വീരുത്ത് വള്ളികൾ അല്ലെങ്കിൽ ചെറിയ ചെടികൾ. അവ തൃണം നമുക്കറിയാം, പുല്ല്. ഗുൽമം വള്ളിക്കുടിലുകൾ. ഇവകൾ നിറഞ്ഞിരിക്കുന്ന ഗഹ്വരി ഗുഹയിൽ വള്ളിക്കുടിലുകളും പുല്ലും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഗുഹയ്ക്കകത്ത് കടക്കാൻ ഇത്തിരി വിഷമമാണ്. പ്രഭൂത വീരുതൃണ ഗുൽമ ഗഹ്വരി ഇനി അവിടെ വേറെ ആരൊക്കെയാണുള്ളത്? കഠോര ദംശൈഹി മശകൈഹി ഉപദ്രുത. കഠോരമായി, കഠിനമായി, ദംശൈഹി കടിക്കുന്ന, മശകൈഹി മശകങ്ങളാൽ, ഈച്ചകളാണ് അല്ല കൊതുകുകളാണ് മശകം. കഠോരമായി കടിക്കുന്ന കൊതുകുകളുടെ ഉപദ്രവിക്കപ്പെട്ടവനായിട്ട് ക്വചിത്തു ചിലയിടത്ത് ഗന്ധർവപുരം പ്രവശ്യതി. ഗന്ധർവപുരം എന്നുള്ളൊരു സങ്കല്പത്തിലുള്ള പുരമാണ്. സുഖം അനുഭവിക്കാനുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഗന്ധർവപുരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പ്രവശ്യതി കാണും. ചിലയിടത്ത് ഗന്ധർവപുരം കാണുന്നു, ചിലയിടത്ത് കഠോരമായ കൊതുകിന്റെ കടിയേക്കും, ചിലയിടത്ത് ധാരാളം ചെടികൾ കിളിച്ചു നിൽക്കുന്ന വള്ളിക്കുടിലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഗുഹകൾ കാണും. അവിടെ സുഖമാണ് എന്ന് വിചാരിക്കും. ക്വചിച്ചു ഗന്ധർവപുരം പ്രവശ്യതി. ക്വചിത് ചിലടത്തൊക്കെ ക്വചിച്ച വേറെ ചിലടത്ത് ആശുരയോന്മുഖഗ്രഹം. ആശുരയം വളരെ വേഗതയുള്ള, ആശുരയ ഉൾമുഖം കൊള്ളിമീൻ.
കൊള്ളിമീനെ അതിവേഗതയുള്ള കൊള്ളിമീൻ എന്ന പോലെയുള്ള ഗ്രഹങ്ങൾ പിടിക്കുന്നവകൾ പ്രവശ്യതി കാണുകയും ചെയ്യും. വള്ളിക്കുടിലുകളും പുല്ലും നിമിത്തം ഈ സംസാരമാകുന്ന വനത്തിലേക്ക് കടക്കാൻ വിഷമമാണ്. അഥവാ കടന്നെത്തിയാൽ കൊതുകും ഈച്ചയും ഒക്കെ നന്നായി ഉപദ്രവിക്കും. ചിലയിടത്ത് ചിലപ്പം ഒരു സുഖം കണ്ടേക്കാം, വേറെ ചിലയിടത്ത് കൊള്ളിമീൻ പോലെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ചെറിയ മിന്നൽ പിണർ പോലെയുള്ള സുഖവും കണ്ടെത്തിയേക്കാം. ഇതൊന്നും ശാശ്വതമല്ല. മിന്നൽ ശാശ്വതമല്ല, കൊതുകിന്റെ കടിയും ശാശ്വതമല്ല. ഇതൊക്കെ ഈ സംസാര ലോക ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഈച്ചകളും കൊതുകും എന്ന് പറയുന്നത് ദുർജനങ്ങളാണ്. ആ ദുർജനങ്ങളുടെ കടി കിട്ടും, ഉപദ്രവം ഏൽക്കും. ഇവിടെ ചിലപ്പോൾ ഗന്ധർവ നഗരം പോലെ വാസ്തവമല്ലാത്ത സുഖത്തിന്റെ പുറകെ ഓടി നടക്കും. ക്ഷണം കൊണ്ട് ഉണ്ടായി മറയുന്ന പിശാചുക്കളെ പോലെയുള്ള നേരിട്ട് കാണാനാവാത്ത, പെട്ടെന്ന് വന്നു മറയുന്ന ബന്ധുക്കൾ, ഭാര്യാഭർത്താക്കന്മാർ, പുത്രന്മാർ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ സുഖം നൽകുന്നവരാണെന്ന് കരുതി അവരെ സേവിക്കുന്നു എന്ന് താല്പര്യം. അതിവേഗം എന്നുള്ള മിന്നൽ പോലെയാണ് ഇവരൊക്കെ. നൈമിഷികമായി സുഖം തരാൻ ഇവരൊക്കെ വിചാരിച്ചാൽ പറ്റും. അതിന്റെ പുറകെ മനുഷ്യൻ പാഞ്ഞു നടക്കും. ഇവിടെ സംസാരമാകുന്ന കാട്ടിൽ കടന്നു കഴിഞ്ഞാലത്തെ ദുരവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അല്ലയോ രാജാവേ, സംസാരമാകുന്ന വനത്തിൽ പ്രവേശിച്ചാൽ പള്ളിക്കുടിലുകൾ, ഒട്ടക്കിണറുകളുടെ മുകളിൽ ചെടികൾ കിളിച്ച് നിന്നിട്ട് അത് സത്യമാണെന്ന് കരുതി ഓടി ചെല്ലും, അറിയാതെ അതിൻ്റെ അകത്ത് വീഴും. അതൊക്കെ ഈ സംസാരത്തിന്റെ ദുഃഖങ്ങളാണ്. അനേക തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ദുർജനങ്ങളാകുന്ന ഈച്ചയും കൊതുവും ഒക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉപദ്രവിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും മക്കളുമാകുന്ന ബന്ധുക്കൾ ഒരു മിന്നൽ പോലെ അല്പനിമിഷം സുഖം തരും, പിന്നീട് അവരെ ദുഃഖത്തിന് നൽകുന്ന കാരണമായി തീരും. എന്നും സുഖം നൽകുന്നവരല്ല ഇവരൊക്കെ, തൽക്കാലത്തേക്ക് തരുന്നവരാണ് എന്ന് വിചാരിക്കും. ഇതേപോലെ ഒരു വലിയ കാടാണ് ഈ സംസാര ലോക ജീവിതം. പ്രഭൂതവീരതൃണകുൽമഗഹ്വരേം കഠോരദം ശേർമഷ്കൈരുപദ്രുതാം ക്വചിത്തു ഗന്ധർവപുരം പ്രപശ്യതി ആശുരയോൽമുഖഗ്രഹം. പ്രഭൂതവീരതൃണകുൽമഗഹ്വരേം കഠോരദം ശേർമഷ്കൈരുപദ്രുതാം ക്വചിച്ചു ഗന്ധർവപുരം പ്രപശ്യതി ക്വചിച്ചാശുരയോൽമുഖഗ്രഹം. പ്രഭൂതവീരതൃണകുൽമഗഹ്വരേം കഠോരദം ശേർമശകൈരുപദ്രുതാം ക്വചിത്തു ഗന്ധർവപുരം പ്രപശ്യതി ക്വചിച്ചാശുരയോൽമുഖഗ്രഹം. നിവാഫതോയദ്രവിണാത്മബുദ്ധി തതസ്തതോധാവതിഭോ അടവ്യാം ക്വചിച്ച വാത്യോത്ഥിതപാം സുധൂമ്രതാധൂമ്രാം ദിശോ ന ജാനാതി രജഫലാക്ഷാം. നിവാഫ തോയദ്രവിണാത്മബുദ്ധി, നിവസിക്കുവാൻ, നിവാസം വീട്, തോയം വെള്ളം, ദ്രവിണം ധനം, ഇതൊക്കെ തൻ്റേതാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഒരു വീടുണ്ടാക്കിയെടുത്താൽ അത് എൻ്റെ വീടാണ് എന്നും, അവിടെ കിണർ കുത്തി വെള്ളമുണ്ടാക്കിയാൽ എൻ്റെ കിണറാണ്, എൻ്റെ കിണറ്റിലെ വെള്ളമാണെന്നും, അവിടെ കൃഷി ചെയ്ത് ധനമുണ്ടാക്കിയാൽ അത് എൻ്റെ ധനമാണെന്നും ഉള്ള ആത്മബുദ്ധി, തൻ്റേതാണെന്നുള്ള ബുദ്ധി, തതസ്തതോ ധാവതിഭോ അടവ്യാം, ആ ബുദ്ധിയുള്ളവനായിട്ട് ഈ അടവ്യാം, അടവിയിൽ, സംസാരമാകുന്ന കാട്ടിൽ ധാവതി ഓടുകയാണ്, അതിവേഗം ഓടിപ്പോവുകയാണ്. കൊതിച്ച ചിലടത്ത്
വാത്യോദ്ധിതപാം സുധൂമ്രാം, കൊടുങ്കാറ്റ് കൊണ്ട് ഉദ്ധിതമായ പൊടികൾ കൊണ്ട് ധൂമ്രമാണ്, ദിക്കുകൾ കാണാതെയാണ്. ദിശോ നജാനാദി, ദിക്കറിയത്തില്ല. രജഫ്വലക്ഷ, പൊടി കൊണ്ട് കണ്ണ് നിറയും. രജഫ് കൊണ്ട് ലയിച്ചതാണ് രജഫ്വല, അങ്ങനെയുള്ള കണ്ണാണ്. ഈ സംസാര ലോക ജീവിതത്തിൽ പിന്നീട് വരുന്ന ദുഃഖ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. വീട് തൽക്കാല സുഖം തരുന്ന വിചാരിക്കും, അത് ദുഃഖമാണ്. അതിൽ എന്റേതെന്നുള്ള വിചാരം കടന്നുകൂടുന്നത് ദുഃഖായി. അതേപോലെ ജലം, അഗ്നി, പഞ്ചഭൂതങ്ങൾ അഞ്ചും ഇവിടെ ഉള്ളതാണ്. ഇത് എന്റേതല്ല, ഈ തീയും വെള്ളവും വായുവൊന്നും. അതിൽ എന്റേതാണെന്ന ഒരു വ്യാജമായ ബുദ്ധി കടന്നുകൂടും. എന്നിട്ട് 4 ദിക്കിലും ഓടി ചിലപ്പോൾ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് അതിന്റെ പൊടിപടലം കൊണ്ട് കണ്ണു കാണാതെയാകും. അങ്ങനെ ചുറ്റിത്തിരിയും ഈ സംസാരത്തിൽ. എന്റേതല്ലാത്തതായ വിഷയങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. ഓരോ വിഷയത്തിന് പുറകെയും പാഞ്ഞു നടക്കും. പാഞ്ഞു നടന്നാൽ ചിലപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് വരുന്ന ക്ഷോഭമായ കൊടുങ്കാറ്റടിച്ച് ആ പൊടി കണ്ണിൽ നിറഞ്ഞിരുന്നിട്ട് കണ്ണു കാണാതെ നിൽക്കും, അല്ലെങ്കിൽ അവിടെ മറിഞ്ഞു വീണ് ഇല്ലാണ്ടാകും. ഇതൊക്കെയാണ് മനുഷ്യജീവിതത്തിന്റെ ദുരവസ്ഥയെന്ന് മനസ്സിലാക്കൂ. നിവാസതോയദ്രവിണാത്മബുദ്ധി തതസ്തതോധാവതി ഭോ അടവ്യാം ക്വചിച്ച വാത്യോദ്ധിതപം സുധൂമ്രാം ദിശോ ന ജാനാതി രജഫ്വലാക്ഷാം. നിവാസതോയദ്രവിണാത്മബുദ്ധി തതസ്തതോധാവതി ഭോ അടവ്യാം ക്വചിച്ച വാത്യോദ്ധിതപം സുധൂമ്രാം ദിശോ ന ജാനാതി രജഫ്വലാക്ഷാം. അദൃശ്യജില്ലീഫനകർണശൂലാം ഉലൂകവാക്ഭർവ്യതിരന്തരാത്മാ അപുണ്യവൃക്ഷാൻ ശ്രയതേ ക്ഷുധാർദിതോ മരീചിതോയന്യഭിധാവതി ക്വചിൻ. വേറെ ചില കാഴ്ചകൾ. അദൃശ്യത കാണുന്നു. എന്താണ് ജില്ലീഫനം? ചീവീടുകളുടെ ശബ്ദം. ജെല്ലികൾ ചീവീടുകളാണ്. അതിന് നമുക്ക് കാണാൻ കേട്ടത്തില്ല, ശബ്ദം കേൾക്കത്തുള്ളൂ. അദൃശ്യങ്ങളായ ജെല്ലികളുടെ ശബ്ദം അത് കർണശൂലമാണ്. അത് ചെവിയിൽ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കുന്നതാണ്. ഉലൂകവാഗ്ഭി, ഉലൂകം കൂമന, കൂമന്റെ വാക്ക്, ശബ്ദം, മൂളലുകൾ, അതും നമുക്ക് കേൾക്കാം. ചിലപ്പോ പേടി തോന്നും ആ കൂവൽ കേൾക്കുമ്പോൾ. ഉലൂക വാഗ്ഭി, വാക്കെന്ന ശബ്ദങ്ങൾ. വ്യഥിത അന്തരാത്മാം, അതോടുകൂടി ദുഃഖിച്ചിരിക്കുകയാണ്. ചെവിയുടെ ശബ്ദം, കൂമന്റെ മൂളൽ, ഇതെല്ലാം കേട്ട് ചെവിയിൽ പതിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന അന്തരാത്മാവോട് കൂടിയവനായിട്ട് അപുണ്യവൃക്ഷാൻ ശ്രയതേ ക്ഷുധാർദിതവും, വിശന്ന് ദുഃഖിക്കുന്നവനായിട്ട് അപുണ്യവൃക്ഷാൻ, പുണ്യമില്ലാത്ത വൃക്ഷങ്ങളെ ശ്രയതേ ആശ്രയിക്കുന്നു. ചിലയിടത്ത് മരീചിതോയാനി അഭിധാവതി ക്വചിത്. മരുഭൂമിയിലെ മരീചിക വെള്ളമാണെന്ന് ധരിച്ച് അതിന്റെ പുറകെ ചിലപ്പോൾ ഓടി നടക്കും. ഇത് ഈ സംസാര ജീവിതത്തിൽ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊരാൾ പറയുമ്പോഴേ മനസ്സിലാവൂ ഇത്രയൊക്കെയാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ചിലത് നമുക്ക് ഇഷ്ടമാണ്, ചിലത് ഭയമുണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ശബ്ദം, ചെവി തുളയ്ക്കുന്ന ശബ്ദം വരുമ്പോൾ ചിലപ്പോൾ ഖേദമുണ്ടാകും, അല്ലെങ്കിൽ സങ്കടമുണ്ടാകും. ഇനി എന്തെങ്കിലും ആപത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നൊരു
സങ്കല്പം ഇന്ന് നമുക്കുണ്ട്. ഇന്നല്ല അന്നേ ഉള്ളതാണ് വ്യാസൻ പറഞ്ഞതാണ്. പിന്നീടുള്ള പല കവികളും ഇതങ്ങനെ പ്രയോഗിച്ചു. കൂമൻ മൂളുന്നു കൂവുന്നിതു ചെറകടിയോടൊത്ത് കുറ്റിച്ചുളാൻ. കൂമന്റെ മൂളൽ കേൾക്കുക, ചീവീടുടെ ശബ്ദം കേൾക്കുക, പട്ടികൾ ഒരിയിടുക എന്നിങ്ങനെ കുറെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയാനകമായ ചിന്തയാണ്. അതൊരു കാലന്റെ വരവിനെ സൂചിപ്പിക്കുകയാണ് എന്നൊക്കെ നമ്മൾ നാട്ടുംപുറത്ത് ചില ചൊല്ലുകളായിട്ട് പറയും. അത് വ്യാസൻ ശാസ്ത്ര വിഷയമാക്കി മാറ്റിയിരിക്കുക. ദാഹിച്ചു വരഞ്ഞിട്ട് ഫലമില്ലാത്ത വൃക്ഷങ്ങൾ, അപുണ്യ വൃക്ഷങ്ങൾ എന്ന് വെച്ചാൽ പഴമുണ്ടാവാത്ത വൃക്ഷം, കായ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫലമില്ല. അങ്ങനെയുള്ള വൃക്ഷങ്ങളെ ചെന്ന് ആശ്രയിക്കും. മനുഷ്യനെങ്ങനെയാണ് ഫലമില്ലാത്ത എത്രയോ കർമ്മങ്ങളുടെ പുറകെ ഓടി നടക്കും. കുറെ കഴിയുമ്പോൾ അറിയുന്നേ ഒരു ഫലവും ഉണ്ടായില്ല, ഞാൻ ഓടി നടന്നു മിച്ചം. ദാഹം കൊണ്ട് സഹിക്കാനാവാതെ ചിലപ്പോൾ മരുമരീച്ചൊക്കെ കണ്ടിട്ട് അതിൽ വെള്ളമുണ്ടെന്ന് കരുതി ഓടി നടക്കും. ഈ കാണാതെ ശബ്ദമുണ്ടാക്കി നമ്മളെ ഭയപ്പെടുത്തുന്നവർ ദുർജനങ്ങളാണ്. അവരെന്തെങ്കിലും ചില വിഷയങ്ങൾ നമ്മുടെ മേലിട്ടിട്ട് അവർ മാറി നിൽക്കും. അവരാണിതെന്ന് അറിയില്ല, നമ്മൾ ദുഃഖിച്ചുകൊണ്ടേ. നേരിട്ട് കണ്ടറിയാവുന്ന ദുർജനങ്ങൾ വേറെയുണ്ട്, കൂമൻ മുതലായവർ. ഫലമുണ്ടാകാത്ത വൃക്ഷങ്ങൾ ദാനശീലമില്ലാത്ത പ്രഭുക്കന്മാരെ പോലെയാണ്. പ്രഭുക്കന്മാർക്ക് ധാരാളം സമ്പത്തുണ്ട്, പക്ഷെ അത് ആർക്കും കൊടുക്കില്ല. അതുപോലെയാണ് ഫലമില്ലാത്ത വൃക്ഷങ്ങൾ. അതേപോലെ ക്ഷണഭങ്കുരമായ വിഷയങ്ങളാണ് മരീചികൾ. ഇങ്ങനെ മനുഷ്യൻ ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ്. അതിർഷധില്ലേഫനകർണശൂരാം ഉരൂകവ്യതിരന്തരാത്മാം അപുണ്യവൃക്ഷാൻ ശ്രേതേ ക്ഷുധാർദിതോ മരീചിതോയന്യഭിധാവതി ക്വചിൽ. അതിർഷധില്ലേഫനകർണശൂര ഉരൂകവ്യതിരന്തരാത്മാം അപുണ്യവൃക്ഷാൻ ശ്രേതേ ക്ഷുധാർദിതാം മരീചിതോയന്യഭിധാവതി ക്വചിൽ. ക്വചിദ്വിതോയാം ഫരിതോഭിയാന്തി പരസ്പരം ചാലഷത്തെ നിരന്ധ ആഫദ്യതാപം ക്വചിദഗ്നിതപ്തോ നിർവിദ്യത്തെ ക്വച യക്ഷേർഹൃപാസു. ക്വചിത് ചിലടത്ത്, വിതോയ വെള്ളമില്ലാത്ത, തോയം വെള്ളം, വിതോയം വെള്ളമില്ലാത്ത, ഫരിതോ നദിയിലേക്ക്, അഭിയന്തി ഓടിപ്പോകും. വെള്ളമില്ലാത്ത പുഴയിലേക്ക് ഓടിപ്പോകുന്നു, പുഴയെ ആശ്രയിക്കും. ഇത് അര ചെയ്യുക, അങ്ങനെ ചെയ്യാറില്ല. ഇന്ന് മനുഷ്യൻ അങ്ങനെയാണ് ചെയ്യുക. ദാഹത്തിന്റെ ആധിക്യം കൊണ്ട് ജലമില്ലാത്ത നദികളിൽ നിന്ന് ദാഹം തീർക്കാമെന്ന് കരുതി ജനങ്ങൾ ഓടിച്ചെല്ലും. വെള്ളം കിട്ടുകയില്ലെന്ന് മാത്രമല്ല, ദാഹം തീരില്ലെന്ന് മാത്രമല്ല, ആ പുഴയിൽ വീണ് ദേഹത്ത് മണ്ണും പൊടിയും കല്ലും എല്ലാം പതിഞ്ഞിട്ട് മുറിവ് ഉണ്ടാവാം. ക്വചിത് വിതോയോ ഫരിതോഭിയന്തി പരസ്പരം പരസ്പരം ചാലഷതെ, ആലഷതെ ആഗ്രഹിക്കാൻ. നിരന്ധ, നിരന്ധ അന്നമില്ലാത്തവനായിട്ട് അന്യോന്യം ആഗ്രഹിക്കുന്നു. വിശന്നു വലഞ്ഞ് അന്നം കിട്ടാതെ തനിക്കുമില്ല
വീട്ടുകാർക്കും അന്നം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിട്ട് കിട്ടുകയില്ല. അതിനുവേണ്ടി പരക്കം പായൂടെ. പരസ്പരം ചാലഷതേ നിരന്ധ. അന്ധ എന്ന് വെച്ചാൽ അന്നം. നിരന്ധ അന്നം കിട്ടാതെ. ആഫദ്യദാവം ക്വചിതജ്ഞതത്വവും. ദാവം ആഫാദ്യ കാട്ടുതീനെ പ്രാപിച്ചിട്ട് ചിലപ്പോൾ അഗ്നിതപ്ത അഗ്നി കൊണ്ട് ചൂടുകൊണ്ട് സന്തപ്തനാകും. നിർവിദ്യതേ ക്വച യക്ഷേർഹൃതാഫു. നിർവിദ്യതേ നിരാശനായി ഭവിക്കുന്നു. ക്വച ചിലടത്ത് യക്ഷൈഹി യക്ഷന്മാരാൽ ഹൃതാഫു ജീവൻ അപഹരിക്കുന്നവരായിട്ട്, പ്രാണൻ ഹരിക്കപ്പെട്ടവരായിട്ട് നിരാശരായി ഭവിക്കുന്നു ചിലപ്പോൾ. ഇതൊക്കെ സംസാര ജീവിതത്തിന്റെ നഗ്നമായ സ്വഭാവമാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇതാണെന്ന് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ആ സംസാരത്തെ ഒരു കൊടുങ്കാടിനോട് ഉപമിച്ചതാണ്. കാട്ടിലെ ചിലപ്പോൾ പൊട്ടക്കിണറുണ്ടാകും, വെള്ളമില്ലാത്ത നദിയും ഉണ്ടാകും. അതിൽ കല്ലും കട്ടയും മണ്ണും മാത്രമേ കാണുള്ളൂ. ഓടിച്ചെല്ലും ദാഹിച്ചില്ല വെള്ളം ഉണ്ടാവുമെന്ന് കരുതി അത് കിട്ടത്തില്ല. അതുപോലെ അന്നം കിട്ടാതെ പരസ്പരം അന്നത്തിനു വേണ്ടി ഓടി നടക്കും. കാട്ടുതീയിൽ അകപ്പെട്ട് വിഷമിക്കും ചിലപ്പോൾ. ചിലപ്പോൾ യക്ഷരാക്ഷസന്മാരുടെ കയ്യിൽ അകപ്പെട്ട് ജീവഹാനി കൂടി ഉണ്ടാവാം. ഇതൊക്കെ ഈ സംസാര ജീവിതത്തിന്റെ ദുരന്തമായ ഫലം തന്നെയാണ്. ആഗ്രഹങ്ങളുടെ പുറകെ പാഞ്ഞു നടക്കും. ദാഹവും വിശപ്പും സഹിക്കാനാവാതെ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് ഓടി നടക്കും. അപകടങ്ങൾ പലതും അതുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കും. കാട്ടുതീ പോലെയുള്ള വിപത്തുകൾ ഇടയ്ക്കിടയ്ക്ക് ലോകത്ത് വന്നുകൊണ്ടേയിരിക്കും. കൊടുങ്കാറ്റുണ്ടാകാം, കാട്ടുതീ ഉണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും. ഇതൊക്കെ എന്തെയും അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നിരീശ്വരവാദികളായ പാഖണ്ഡന്മാരുടെ കയ്യിൽ അകപ്പെട്ട് നശിച്ചു പോയിരുന്നവരാണ്. ഇതാണ് ജീവിതത്തിന്റെ ദുരവസ്ഥ. ക്വചിത് വിതോയോ ഫരിതോഭിയന്തി പരസ്പരം ചാലഷതേ നിരന്ധാം ആസദ്യതാവം ക്വചിതഗ്നിതപ്തോ നിർവിദ്യതേ ക്വച യക്ഷീർഹൃതാഫൂം. ക്വചിത് വിതോയാം പരിതോഭിയന്തി പരസ്പരം ചാലഷതേ നിരന്ധാം ആസദ്യതാവം ക്വചിതഗ്നിതപ്തോ നിർവിദ്യതേ ക്വച യക്ഷീർഹൃതാഫൂം. ക്വചിത് വിതോയാ പരിതോഭിയന്തി പരസ്പരം ചാലഷതേ നിരന്ധാം ആസദ്യതാവം ക്വചിതഗ്നിതപ്തോ നിർവിദ്യതേ ക്വച യക്ഷീർഹൃതാഫൂം. ശൂരേൻ കർത്തസ്വ ക്വച നിർവിണ്ണചേതാഃ ശോചൻ വിമുഹ്യന്നുപയാതി കശ്മലം ക്വചിച്ച ഗന്ധർവപുരം പ്രവിഷ്ടാം പ്രമോദതേ നിർവൃതവൻ മുഹൂർത്തം. ശൂരൈഹി ഹൃതസ്വ ശൂരന്മാരായ കള്ളന്മാരാൽ സ്വഹ സ്വന്തം സ്വത്ത് ഹൃത അപഹരിക്കപ്പെട്ടു. ഹൃതസ്വ അപഹരിക്കപ്പെട്ട സ്വത്തിനോട് കൂടിയവരാണ്. സ്വന്തം എന്ന് വിളിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ധനാദികൾ സ്വത്ത് എന്ന് പറയാൻ കാരണം. അത് തൻ്റെതാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ശൂരേ ഹൃതസ്വക്വച നിർവണ്ണ ചെയ്ത അപ്പോൾ സങ്കടപ്പെട്ടു.
കഷ്ടം ഇതെല്ലാം മോഷിച്ചു കൊണ്ടുപോയല്ലോ. ശോചൻ വിമുഖ്യൻ ഉപയാതി കശ്മലം. ശോചൻ ദുഃഖിച്ചുകൊണ്ട്, വിമുഖ്യൻ മോഹിച്ചുകൊണ്ട്, കശ്മലം കശ്മലാവസ്ഥയെ ഉപയാതി പ്രാപിക്കും. ക്വചിച്ച ഗന്ധർവപുരം പ്രവിഷ്ട, ചിലപ്പോൾ ഗന്ധർവപുരത്തിൽ പ്രവേശിക്കും. ഗന്ധർവപുരം ഒരു സങ്കല്പത്തിലുള്ള പുരമാണ്. ഗന്ധർവന്മാരുടെ പുരം എന്ന് വെച്ചാൽ സ്വർഗം പോലെയുള്ള അനുഭവിക്കുന്ന ഒരു ഉപസ്വർഗത്തിന്റെ പേരാണ് ഗന്ധർവ നഗരം എന്ന്. അതിവിടെങ്ങും ഇല്ല, പക്ഷെ അതിൽ ചെന്നാൽ സുഖം കിട്ടും എന്ന് വിചാരിക്കാൻ വേണ്ടി ഇട്ടൊരു പേരാണ്. എന്നിട്ട് പ്രമോദത്തെ സന്തോഷിക്കുന്നു. നിർവൃതവത് മുഹൂർത്തം, ആത്മനിർവൃതി കിട്ടിയതുപോലെ മുഹൂർത്തം പ്രമോദത്തെ, അല്പസമയം സന്തോഷിച്ച് അഭിമാനിച്ചിരിക്കും. ഈ സംസാരമാകുന്ന വനത്തിൽ അകപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. അവിടെ കാട്ടിൽ കാട്ടുകള്ളന്മാരായിരിക്കും, നാട്ടിൽ നാട്ടുകള്ളന്മാർ ധനം പിടിച്ചു, അല്ലെ ബന്ധുക്കൾ. ഇങ്ങനെ ആരെങ്കിലും ഉള്ള ധനമൊക്കെ അപകരിക്കും. അതുകൊണ്ട് ദുഃഖിച്ച് മോഹിച്ച് ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടു വീഴും, പിന്നെ എഴുന്നേൽക്കും. ചിലപ്പോൾ ഗന്ധർവപുരം പോലെ സങ്കല്പ ഈ ശരീരത്തിരുന്നുകൊണ്ട് ഒരു നിമിഷം ലഭിച്ചതുപോലെ അഭിമാനം. ഇതൊന്നും ശാശ്വതമല്ല. ശൂരേ ഹൃദസ്വക്വച നിർവിണ്ണചേതാഹ ശോചൻ വിമുഖ്യനുപയാതി കശ്മലം ക്വചിച്ച ഗന്ധർവപുരം പ്രവിഷ്ട പ്രമോദതേ നിർവൃതവൻ മുഹൂർത്തം. ശൂരേ ഹൃദസ്വക്വച നിർവിണ്ണചേതാ ശോചൻ വിമുഖ്യനുപ ക്വചിച്ച ഗന്ധർവപുരം പ്രവിഷ്ട പ്രമോദതേ നിർവൃതവൻ മുഹൂർത്തം. ചരൻ ക്വചിത് കണ്ടകശർക്കരാഘ്രീർ നഗാരുരുക്ഷുർവിമനായിവാസ്തേ പദേ പദേഭ്യന്തരവന്യ കൗടുംബിക കൃത്യതി വൈ ജനായാം. ചലൻ സഞ്ചരിച്ചുകൊണ്ട് ചിലയിടത്ത് കണ്ടക ശർക്കര അംഘ്രി, കണ്ടകം മുള്ള്, ശർക്കര എന്ന് വെച്ചാൽ കല്ലെന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. മലയാളത്തിലാണ് ഉദ്ദേശിക്കുന്ന മധുരമായ അർത്ഥം കിട്ടുന്നത്. സംസ്കൃതത്തിൽ ശർക്കരയ്ക്ക് ഗുളം എന്നാണ്. ഗുഡം, ഗുഡാന്ന പ്രീതമാനഫ എന്നൊക്കെ സഹസ്രനാമത്തിൽ കാണാം. ശർക്കര പായസത്തിൽ പ്രിയമുള്ളവൾ, ഗുഡാന്നത്തിൽ പ്രിയമുള്ളവൾ എന്ന് ഗുഡം എന്നുള്ളത് ശർക്കര വിളിക്കുന്ന ശർക്കരയാണ്. പക്ഷെ സംസ്കൃതത്തിൽ ശർക്കര എന്ന് പ്രയോഗിച്ചെങ്കിൽ അത് കല്ല് എന്നുള്ള അർത്ഥത്തിലാണ്. കണ്ടക ശർക്കര അംഘ്രി, ഇതൊക്കെ കാലിൽ തറയ്ക്കുക. കല്ലും മുള്ളും ഒക്കെ കാലിൽ തറയ്ക്കും. ചിലപ്പോൾ സഞ്ചരിച്ചു പോകുമ്പോൾ ചിലടത്ത് വെച്ച് കല്ലും മുള്ളും ഒക്കെ കാലിൽ കൊള്ളും. അംഘ്രി നഖം പർവ്വതം, പർവ്വതത്തെ ആര് കയറാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരോഗ്യമിച്ചു. വിമനാ ഇവാസ്തേ പറ്റാത്തത് കൊണ്ട് മൗഢ്യം സാധിച്ചതുപോലെ ഇരിക്കും. പദേ പദേഭ്യന്തരവന്യനാർദ്ദിത, ഓരോ ഉള്ളിലുള്ള വന്നി ജഠരാഗ്നി, അഭ്യന്തരവന്യ കൊണ്ട് കൗടുംബിക, കുടുംബത്തോട് കൂടി കുടുംബസഹിതം ജനായ ജനങ്ങളുടെ നേരെ കോപിക്കുക തന്നെ ചെയ്യും. ഇത് നിശ്ചയമാണ്. ഈ സംസാരത്തിൽ അടവിയിൽ വനം പോലെയുള്ള കാട് പോലെയുള്ള ഇതിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ കാലിൽ കല്ലും, ചിലപ്പോൾ ഒരു വലിയ പർവ്വതം കയറണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അത് പറ്റില്ല. പറ്റാ വരുമ്പോൾ ദുഃഖം. ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും വിഘ്നം
അപ്പോൾ വലിയ മല പോലെയുള്ള വലിയ കാര്യങ്ങൾ ഏർപ്പെട്ട് അതിന് ഫലം കിട്ടാതെ വരുമ്പോൾ ദുഃഖി, അത് സഹിക്കാൻ പറ്റാതെ തന്നെയും രക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെടും, കോപിക്കും. സംസാര ലോക ജീവിതത്തിന്റെ ദുരന്തമാണ്. ചലൻ നഗാരുക്ഷോഭിമനാസ്തേ പദേ പദേഭ്യന്തരവന്യനർത്തിതാം വൈദ്യനായാം ചലൻ കുജൽക്കണ്ടകസർക്കരൻ നഗാരുക്ഷോഭിമനായി പദേ പദേഭ്യന്തരവന്യനർത്തിത കൗടുംബിക അജകരാഖിനാജനോ നാവൈതി കിഞ്ചിത് വിപിനേ അപവിക്ഷം ദഷ്ടമശേരേ ക്വചദന്തശോകേ അന്ധൊന്ധ. ക്വചിത് നികീർണോ, ചിലപ്പോൾ നികീർണ വിഴുങ്ങുക. ക്വചിത് നികീർണോ ആരെ? അജകരാഹിന, പെരുമ്പാമ്പിനാൽ. അജകരം പെരുമ്പാമ്പ്, അഹിപാമ്പ്. പെരുമ്പാമ്പ് എന്ന് വിളിക്കുന്ന പാമ്പിനാൽ ചിലപ്പോൾ വിഴുങ്ങപ്പെടും. കാട്ടിലെ സ്വഭാവമാണ്, നാട്ടിലുമുണ്ട്. ഈ പെരുമ്പാമ്പിനെ പോലെ നമ്മെ മുഴുവനും വിഴുങ്ങി കൈക്കലാക്കുന്ന ദുഷ്ടന്മാർ ഇവിടെയുണ്ട്. ചിട്ടിയാണ്, വട്ടപ്പലിശക്കാരാണ്, നമ്മെ തരാം. ഇങ്ങനെ എത്ര 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 മോഹശാലികൾ ചുറ്റുമുണ്ട്. അവര് നമ്മളെ വിഴുങ്ങിക്കളെ. കൊച്ചു നെഗോയോ അജകരാഹിനാജനോ നാ അവൈതി അറിയുന്നില്ല. അവൈതി അറിയുന്നു, നാ അവൈതി അറിയുന്നില്ല. കിഞ്ചിത് വിപിനെ അപവിദ്ധാം, കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്ന് അറിയുന്നില്ല. സംസാരവനത്തിൽ ഈശ്വരനാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് നമ്മളെന്ന്, അല്ലെങ്കിൽ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്ന് അറിയുന്നില്ല. അവരൊക്കെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കും, പക്ഷെ അവരാരും കൂടെ കാണില്ല. ആപത്ത് വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ അവർ ഉപേക്ഷിച്ചു പോകും. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ വര ശരത്തിങ്കരവയൊന്നുപോൽ. വർഷകാലത്ത് മാവിന്റെ ചുവട്ടിൽ ഒരു കിളി പോലും വരില്ല. സമയത്ത് വസന്തകാലത്ത് തളിർത്ത് പൂത്ത് മാങ്ങയുണ്ടായി പഴുക്കുമ്പോൾ എല്ലാ കിളികളും എപ്പോഴും മാവിന്റെ ചുറ്റും കാണും. മാവിന് എന്താ ആശ്വാസമാണ്! എത്ര പേരാ എന്റെ ചുറ്റും! മനുഷ്യര്, മൃഗങ്ങൾ, പക്ഷികൾ, ഇവരൊക്കെ തന്നെ ആശ്രയിച്ച് ഹായ്, നല്ല മധുരം, നല്ല സുഖം എന്ന് പറഞ്ഞു പോകും. പക്ഷേ വർഷകാലം വരുമ്പോൾ തിരിഞ്ഞു പോലും നോക്കില്ല. ഇതുപോലെ സമ്പത്തുള്ളപ്പോൾ ബന്ധുക്കളൊക്കെ കൂടിയുണ്ടാകും. സമ്പത്ത് നശിച്ചാൽ ഇവരാരും തിരിഞ്ഞു പോലും നോക്കില്ല. നാവൈരികിഞ്ചിത് വിപിനേ അപവിദ്ധാം ദഷ്ടമശേതേ ക്വചദന്തശൂകൈ. ചിലപ്പോൾ പാമ്പിനാൽ കടിക്കപ്പെടും. ദഷ്ടഹഞ്ചൽ ദംശിക്കുക, കടിക്കുക. ക്ഷേതേ കിടക്കുന്നു വെള്ളത്തിൽ. ദന്തശൂകൈഹി ദഷ്ട, ദന്തശൂകം പാമ്പ്. മുമ്പേ പറഞ്ഞത് അജകരാഹി പെരുമ്പാമ്പ്. ചിലപ്പോൾ പാമ്പിനാൽ കടിക്കപ്പെടും. വിഷജന്തുക്കളാൽ കടിക്കപ്പെട്ടവനായിട്ട് കിടക്കും. തേള്, പാമ്പ് മുതലായ വിഷജന്തുക്കൾ കടിച്ച് ബോധമില്ലാതെ വെള്ളം കിട്ടാതെ അന്ധകാരത്തിൽ വീണ് കിടക്കും. ചിലപ്പോൾ അന്ധകൂപേ പതിതസ്തമിസ്ത്രേ, അന്ധനായി കണ്ണു കാണാതെ അന്ധകൂപത്തിൽ പൊട്ടക്കിണറ്റിൽ ഇരുട്ടിൽ തമിശ്രേ പതിത, പതിയുക തന്നെ. ജന്തുക്കളെ പോലെ നാട്ടിൽ പാമ്പും പെരുമ്പാമ്പും എന്ന് പറയുന്ന മനുഷ്യരും
ചിലര് വിഴുങ്ങും, ചിലര് കടിക്കും, ചിലര് ഉപദ്രവിക്കും. ഇങ്ങനെ ചില ആൾക്കാർ കാട്ടിലെ പോലെ നാട്ടിലുണ്ട്, നാട്ടിലെ പോലെ കാട്ടിലുണ്ട്. അതുകൊണ്ടാണ് കാടിന് തുല്യമാണ് സംസാരം എന്ന് പറഞ്ഞത്. അവരുടെ പീഡ സഹിക്കാനാവാതെ ചിലപ്പോൾ ഓടി വല്ല പൊട്ടക്കിണറ്റിലും വീണ് ജീവൻ പിടി. ക്വചിർനികർണോ ജഗദാഹിനാജനോ നാവൈതി കിഞ്ചിത് വിപിനേവ വിദ്ധാം ദഷ്ടശ്മശേതേ ക്വചദന്തശൂകൈരന്ധോന്ധകൂപേ പതിതസ്തമിശ്രേ. ക്വചിർനികർണോ ജഗദാഹിനാജനോ നാവൈതി കിഞ്ചിത് വിപിനേവ വിദ്ധാം ദഷ്ടശ്മശേതേ ക്വചദന്തശൂകൈരന്ധോന്ധകൂപേ പതിതസ്തമിശ്രേ. കർഹിസ്മചിത് ക്ഷുദ്രരസാൻ വിജിന്വൻ തന്മക്ഷികാഭിർവ്യഥിതോ വിമാനം തത്ര അതികൃക്ഷാത്പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്ത്യഥതം തതോന്യേ. കർഹിസ്മ ചിലടത്താവട്ടെ, സ്മചിത് ക്ഷുദ്ര രഫാൻ വിചിന്വൻ ക്ഷുദ്രങ്ങളായ രഫങ്ങളെ അന്വേഷിച്ചുകൊണ്ട്, തുച്ഛങ്ങളായ രഫങ്ങളെ അന്വേഷിച്ചുകൊണ്ട് വിജിന്വൻ തൻ മക്ഷികാഭിഹി അത് കാത്തുരക്ഷിക്കുന്ന ഈച്ചകളാൽ, തുച്ഛരഫങ്ങൾ കാത്തുരക്ഷിക്കുന്ന ഈച്ചകളാണ്. തേൻ കാത്തു സൂക്ഷിക്കുന്ന ആരാണ്? ഈച്ചകളാണ്. ആ ഈച്ചകളാൽ വ്യഥിത ദുഃഖിതനാണ്. തേൻ എടുക്കണമെങ്കിൽ ഈച്ചകളെ ആട്ടിപ്പായിച്ച് അവരുടെ കുത്തൊക്കെ കൊണ്ട് വിഷമിച്ച് വേണം തേനെടുക്കാൻ. കർഹിസ്മചിത് ക്ഷുദ്രരഫാൻ വിജിന്വൻ തൻ മക്ഷികാഭിർവ്യഥിതോ വിമന. അവിടെ വിമനസ്കനാകും, ദുഃഖിതനായിത്തീരും. തത്ര അതികൃക്ഷാത് അവിടെ അതിഭയങ്കരമായ കഷ്ടത കൊണ്ട് പ്രതിലബ്ധമാനഃ മാനം ലഭിച്ചവനാകയാൽ ബലാദ് വിലുംബന്ത്യതം തതോന്യേ ബലമായിട്ടും തം അതിനെ അന്യേ മറ്റു ചിലർ വിലുംബന്തി അപഹരിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ഈച്ചകടിയേറ്റ് കൊണ്ട് സൂക്ഷിച്ചു പാത്രത്തിലാക്കി വെക്കുന്ന തേൻ ആരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോകുക തന്നെ. ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിന്റെ സുഖാവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്നത്. തേൻ പോലെ അല്പരസത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് ഓടി നടക്കുന്നത്. ധനമുണ്ടാക്കുന്നത്, ഇഷ്ടഭക്ഷണം തപ്പി നടക്കുന്നത്, ഇഷ്ടപ്പെട്ട സുന്ദരിമാരെ തപ്പി നടക്കുന്നത്, അവരിന് കൂടി അനുഭവിക്കുന്ന തുച്ഛമായ തേൻ പോലുള്ള രസം. പക്ഷെ അവരൊക്കെ അല്പം കഴിയുമ്പോൾ ദുഃഖിക്കുന്നവരാകും, നമ്മെ ദുഃഖപ്പെടുന്നവരാകും. ഒരുപക്ഷെ ആ സുഖം തന്നെക്കാൾ ബലമുള്ള ഒരാൾ അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും, തനിക്ക് കിട്ടിയതും വരും. ഇതാണ് ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ അവസ്ഥ അന്നേ ഭരതൻ രഘുവരനോട് പറഞ്ഞു. അതുകൊണ്ട് സംസാര ലോക ജീവിതം സുഖമാണ്, ശാന്തിയാണ് എന്ന് കരുതരുത് രാജാവേ. അതിലേക്ക് മറിഞ്ഞു വീഴുന്നത് മായയുടെ ബലം കൊണ്ടാണ്. വീണാൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ മായ ബാധിക്കാതെ ഭഗവത് പദങ്ങളെ ആശ്രയിച്ച് ജീവിതം ലക്ഷ്യത്തിലെത്തിക്കണം. അതാണ് വേണ്ടതെന്ന് ഉപദേശിക്കാം. കർഹിസ്മചിത് ക്ഷുദ്രരസാൻ വിജിന്വൻ തന്മക്ഷികാഭിർവ്യഥിതോ വിമാനം തത്ര അതികൃക്ഷാത് പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്ത്യതം തതോന്യേ. കർഹിസ്മചിത് ക്ഷുദ്രരസാൻ വിജിന്വൻ തന്മക്ഷികാഭിർവ്യഥിതോ വിമാനം തത്ര അതികൃക്ഷാത് പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്ത്യതം തതോന്യേ. കർഹിസ്മചിത് ക്ഷുദ്രരസാൻ വിജിന്വൻ തന്മക്ഷികാഭിർവ്യഥിതോ വിമാനം തത്ര അതികൃക്ഷാത് പ്രതിലബ്ധമാനോ ബലാദ് വിലുംബന്ത്യതം തതോന്യേ. അത് തീർന്നില്ല. ഒരു 10-30 ശ്ലോകത്തോളം ഈ അധ്യായത്തിലുണ്ട്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ ബാക്കി.
ഇന്നിവിടെ ഉപസംഹരിക്കാം. സംശയമുള്ളവർക്കുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പൂർണ്ണം. സാറേ, 6-ാമത്തെ ശ്ലോകത്തില് ക്വചിത് വിദോയ സരിതോഭിയാന്തി എന്നാണോ സാറേ? എത്രാമത്തെ? 6-ാമത്തെ ക്വചിത് വിദോയ സരിതോ സരിതോഭിയാതി എന്നാണ്. യാന്തി. സംശയങ്ങളുണ്ടെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ സർ.